മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മേലാറ്റൂർ ഇനി അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ പ്രഖ്യാപനം നടത്തി. അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ടായിരുന്ന 113 കുടുംബങ്ങളെയും മോചിപ്പിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുമായി സഹകരിച്ച നമ്മുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ, ഭരണസമിതി അംഗങ്ങൾ, ഗവൺമെന്റ് അതിന് സഹായം നൽകിയ പൊതുരംഗത്തുള്ള ആളുകളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ ഔദ്യോഗിക കുടുംബശ്രീയിൽ വലിയ ഒരു റോൾ എടുത്തിട്ടുണ്ട്. കാരണം കുടുംബശ്രീ മുഖേനയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവരെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇതിന്റെ മഹത്തായ പ്രഖ്യാപനം അതിദരിദ്രമില്ലാത്ത മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓരോ അതിദരിദ്ര ഗുണഭോക്താവിനും പ്രത്യേകം മൈക്രോ പ്ലാൻ തയ്യാറാക്കി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയാണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. വീടില്ലാത്ത 21 കുടുംബങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് സുരക്ഷിത ഭവനം ഒരുക്കി നൽകി. 3 കുടുംബങ്ങളുടെ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഭൂരഹിതരായ 3 പേർക്ക് ഗ്രാമപഞ്ചായത്തും സന്നദ്ധ സംഘടനകളും കൈകോർത്ത ഭൂമിയും അവർക്ക് ലൈഫ് മിഷൻ വഴി വീടും നൽകി. കൂടാതെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, തൊഴിൽ കാർഡ് തുടങ്ങി എല്ലാ രേഖകളും നൽകി. കുടുംബാരോഗ്യ കേന്ദ്രവുമായി ചേർന്ന് 65 പേർക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി മരുന്നും പാലിയേറ്റീവ് പരിചരണവും നൽകി വരുന്നുണ്ട്. 12 ഗുണഭോക്താക്കൾക്ക് ഉപജീവനം പദ്ധതിയിലൂടെ ഉപജീവന മാർഗം നൽകി. ഇതിനായി ആകെ 1,05 ലക്ഷം രൂപ ചിലവഴിച്ചു. അതിദരിദ്രരല്ലാത്ത നാടായി കേരളത്തെ മാറ്റുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്ത് വിവിധ വകുപ്പുകളുടെയും കുടുംബശ്രീയുടെയും ഏകോപനത്തിലൂടെ നടപ്പിലാക്കിയത്. ഒരു കുടുംബം, ആ കുടുംബത്തിലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് വരുമാനം കിട്ടുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് ഒരു 2 പേരിലൊരു കുടുംബം, അതിൽ ഒരാൾ കിടപ്പ് രോഗിയാണ്. അപ്പോൾ കിടപ്പ് രോഗിയായുള്ള അയാളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേയാൾക്ക് എപ്പോഴും കൂടെ വേണം. അപ്പോൾ അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കുടുംബത്തിന് വരുമാനവും വരില്ല. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ പുറത്തുനിന്നുള്ള സഹായം കൊണ്ട് മാത്രം ഒരു കുടുംബത്തിൻ്റെ ഉപജീവനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരം ഒരു കുടുംബത്തെയാണ് അതിദാരിദ്ര്യ കുടുംബമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയാണ് സർക്കാരിൻ്റെ മാനദണ്ഡം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇന്നിപ്പോൾ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം നടത്തി, നാളെ മുതൽ അത് ദരിദ്രരില്ല, എല്ലാവരും പണക്കാരായി, അങ്ങനെയല്ല. നമ്മളുടെ പഞ്ചായത്തിൽ ഇനിയും നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രഖ്യാപന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബി നാജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ വി ശശിധരൻ, പി കബീർ, CP വേലായുധൻ, M മനോജ്, അജിത ആലിക്കൽ, പ്രസന്ന പുളിക്കൽ, അസിസ്റ്റന്റ് സെക്രട്ടറി KT സമീല, VO KP മിഥുൻ, CDS ചെയർപേഴ്സൺ N ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.